6000-ഓളം മരുന്ന് നിരോധിച്ചു. 6000-ൽ പരം മരുന്ന് നിരോധിക്കാൻ പറഞ്ഞ കാരണം ഈ വില കൂടിയത് കാരണം, മരുന്നുകളുടെ വില കൂടിയത് കാരണം ജനങ്ങൾക്കിത് വാങ്ങാൻ കഴിയുന്നില്ല എന്നതല്ല കാരണം. ഇത്തരം മരുന്ന് ഉപയോഗിക്കുന്നതിന്റെ പേരിൽ മനുഷ്യന്റെ ആയുസ് കുറയുന്നു, ആന്തരിക അവയവങ്ങൾക്ക് തകരാറ് വരുന്നു, പ്രശ്നങ്ങൾ കൂടുന്നു. നിങ്ങൾ 5 വർഷം ഒരു രോഗത്തിന് വേണ്ടി ഒരു ഡോക്ടറെ കാണിച്ചാൽ അയാൾ 20 രോഗം നിങ്ങൾക്ക് തരും. എന്ത് തോന്നുന്നു എന്റെ ഉസ്താദുമാർക്ക്? ഒരു രോഗത്തിന് 5 വർഷം തുടർച്ചയായി നിങ്ങളൊരു ഡോക്ടറെ സമീപിക്കുന്നു. ആ ഡോക്ടർ നിങ്ങൾക്ക് 20 രോഗം അങ്ങോട്ട് തരുന്നു. ഞാൻ അതുകൊണ്ട് എന്റെ പള്ളിയിൽ നിന്ന് ചികിത്സാ പിരിവെടുത്ത് കൊടുക്കാറില്ല. അത് പറഞ്ഞ മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക്? അത് പറഞ്ഞ മനസ്സിലായിട്ടില്ല? ചികിത്സ മരുന്ന് വാങ്ങാൻ പൈസ വേണമെന്ന് പറഞ്ഞ പിരിവെടുത്ത് കൊടുക്കാറില്ല. കൊടുത്ത കൂലി കിട്ടോ? നിങ്ങൾ ഫിഖിന്റെ ആളാണ്. ഞാൻ ദാരിമിയാണെങ്കിലും കിതാബിൽ വലിയ പിടുത്തൊന്നുമില്ല. നിങ്ങൾ മനസ്സിലായില്ലേ? പക്ഷെ നിങ്ങൾ ഫുഖഹാക്കളാണ്, കിതാബ് ഓതി കൊടുക്കുന്ന ആളുകളാണ്. നിങ്ങൾക്കറിയല്ലോ നജസ് വിൽക്കുന്നതിന്റെയും വാങ്ങുന്നതിന്റെയും ഹുക്കും നിങ്ങൾക്കല്ലേ അറിയാം? എനിക്കറിയാം. ശരീരത്തിന് കേടുണ്ടാക്കുന്ന വസ്തു വിൽക്കുന്നതിന്റെയും വാങ്ങുന്നതിന്റെയും ഫിഖ് നിങ്ങൾക്കല്ലേ അറിയാം? ഹിജറ 2-ാം നൂറ്റാണ്ടിൽ ആലിമീങ്ങളായ